ഗൈസ്, വെൽക്കം ടു മൈ വ്ലോഗ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ചിക്കൻ ചൂടാൻ പോവാണ്. വെറും ചിക്കൻ അല്ല, ഗ്രീൻ മസാല ചിക്കൻ. അപ്പൊ ഞങ്ങളെ വീട്ടിൽ നിന്നല്ല കേട്ടോ ചിക്കൻ ചൂടുന്നത്. ഞങ്ങളിപ്പോ എൻ്റെ മാമന്റെ വീട്ടിൽ നിന്നാണ് ചിക്കൻ ചൂടുന്നത്. ഞാനിപ്പോൾ മാമന്റെ വീട്ടിലേക്ക് എത്തി. ഷാലും ബാച്ചൊക്കെ കുറച്ച് ഞാൻ വരും ഗൈസ്. അപ്പൊ നമ്മള് ഏപ്രിൽ ആവാൻ പോയ കാരണം കണിക്കൊന്നയുടെ പകരം ഒരു പൂവ് കാണിക്കാൻ കേട്ടോ. ഇത് കണിക്കൊന്നയായിട്ട് നിങ്ങൾ കരുതണം. അപ്പൊ ഗൈസ്, ഇതാ നമ്മുടെ ഷെഫ്. അപ്പൊ ഞങ്ങൾ ഓടി പോവാണ് അല്ലേ? ഈ എന്താ കാണിക്കണേ? ഇതേത് വീഡിയോ? ഓ, അപ്പൊ നമ്മള് ഈ ഒരു സ്റ്റൈലല്ലേ ഞങ്ങള്. ഏതായിട്ടാ നമ്മളിന്ന്? ചിക്കൻ ടിക്കി കബാബ്. അത് ഇന്ത്യൻ ഡിഷാണോ? അഫ്ഗാനി ഡിഷ് അല്ലേ ഗൈസ്? ഇവിടെ ഭയങ്കര തിരക്കാട്ടോ, അതാ സൗണ്ട് ഭയങ്കര. ഇവിടെ ഭയങ്കര റഷ്. ഓക്കെ. അപ്പൊ നമ്മൾ ഗ്രീൻ മസാല ഉണ്ടാക്കണ്ടോ? അത് ഗ്രീൻ മസാല ആലിയക്ക് അസൈൻ ചെയ്ത് കൊടുത്തു. ആലിയ ഓക്കെ. നെസ്ലാക്ക് റെഡ് മസാല അസൈൻ ചെയ്ത് കൊടുത്തു. ഓക്കെ. ഇഞ്ചി അരിയത് പൊന്നുമ്മ ചെയ്യും. ഓക്കെ, ഞാൻ മാമിയാണ് കേട്ടോ. അക്കു ആൺകുട്ടിയെ കൊണ്ട് കുറച്ച് മസിൽസ് പങ്ക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇറച്ചിനെ ഇടിച്ച് പരത്തുന്ന ജോലിയാണ് അക്കുന്. അപ്പൊ അക്കുവാണ് ഇടിച്ച് പരത്തുന്ന ജോലി. പക്ഷെ അക്കു ഇവിടെ ചിക്കനെ ശരിയാക്കാം. കണ്ടാ, നമ്മൾ ചിക്കൻ ഇതിലേക്ക് മുറിച്ചിടുകയാണ്. ഇതെനിക്ക് ഷീഖ് കബാബ് ഉണ്ടാക്കാനുള്ള ബോൺലെസ് ചിക്കൻ എടുക്കണം. ഷീഖ് കബാബ് അല്ലേ? ഇത് ഷീഖ് കബാബിനുള്ള ബോൺലെസ് ചിക്കൻ ബൈ ലാമിയ. ഞങ്ങളിന്ന് ഉണ്ടാക്കാൻ കാരണം എന്താണെന്നറിയോ? നാളെ ഞങ്ങക്ക് നോമ്പാണ്. അപ്പൊ ലാസ്റ്റത്തെ ഒരു അടിച്ചു പൊളിയാണിത് അല്ലേ? പറയേ. മാമി ഇതുണ്ടാക്കാണ്. വെളുത്തുള്ളി ചതക്കാൻ. മാമി എത്ര കൊല്ലായി ഈ ഫീൽഡ്? എനിക്ക് കുക്കിങ്ങിനോട് ഇൻട്രസ്റ്റ് എപ്പോ മുതലാ തുടങ്ങിയത്? ഒരു 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ കുക്കിംഗ് ചെയ്തിരുന്നു. ചെറിയതായിട്ട് ഇങ്ങനെ ഇറച്ചിക്കറിയൊക്കെ വെക്കും വീട്ടില്. എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ വെച്ചതൊക്കെ. ഇപ്പൊ പറഞ്ഞുതരും. ഇപ്പൊ ഹോട്ടലിലായിരുന്നു. അപ്പൊ അവിടുത്തെ ഉണ്ടാക്കുന്ന ഇൻട്രസ്റ്റ് ആയി. പിന്നെ അങ്ങനെ പരീക്ഷണങ്ങൾ ചെയ്തിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ ഇപ്പൊ ഇവിടുത്തെ ഒരു പാചകറാണി മറ്റൊരു ബുക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ നോക്കിയിട്ടാണ് ഞാൻ കൂടുതലും പഠിച്ചത്. 2 പപ്പാര ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ടല്ലേ? അക്കു ഇതിന്റെ തോല് അക്കു ഇവിടെ ഇതിന് ഇടിക്കാൻ പോവാണ്. ഇത് എന്തിനാ? ഇത് ഗ്രീൻ മസാലക്ക് വേണ്ടിട്ടാണ്. ഗ്രീൻ മസാല. ഓക്കെ. ഇതുവരെ ആരും ചെയ്യാത്ത ഡിഷ്. ഇതെന്തിനുള്ളതായി പൊട്ടാറ്റോ? ഇത് ഷീഖ് കബാബിക്ക് നമ്മൾ പൊട്ടാറ്റോ മാത്രമേ ഇടുള്ളൂ? വേറെ എന്തെങ്കിലും വെജിറ്റബിൾ? സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് ഇട്ടിട്ട് കാണാം. നമ്മൾ ഇതിലാണല്ലോ ഇടാൻ പോണേ. ഓക്കെ, നമ്മള് ഒരു സ്ഥലത്തേക്ക് പോവാണ്. കാന്താരിയും പച്ച കുരുമുളകും പൊട്ടിക്കാൻ പോവാണ്. നമുക്ക് ഇവിടെയാണ് ഞങ്ങളൊരു സ്പെഷ്യൽ ഒരു മരം ഉണ്ട്, ഒരു കാന്താരിയുടെ മരം. ഗൈസ്, ഇതൊക്കെ കണ്ടാ ഭയങ്കര ഇതിൽ ഫുള്ള്. ഇത് ഭയങ്കര വൈറ്റ് മുളകാട്ടാ. നല്ല ഇതിന് ചിലയിടത്ത് ഇതിനെ കടലാസ് മുളക് എന്ന് പറയും. കടലാസ് മുളക്. ഇതൊക്കെ ഇവിടെ കൃഷിയാണ്. കണ്ടാ നിങ്ങൾ മുളക് ചെടികൾ കണ്ടാ? ഭയങ്കര കുറേ ഉണ്ട് ഇവിടെ. ഞങ്ങളിതാ പച്ചക്കുരുമുളക് ഇതിന്റെ മോളിൽ കയറിയിട്ടാണ് പൊട്ടിക്കണത്. കാരണം എന്താണെന്നറിയോ? ഇവിടെ അടുത്തില്ല. അതുകൊണ്ട് എന്താ ഗൈസ്, ഇവിടെ ഇഷ്ടം പോലെ പച്ചക്കുരുമുളക് ഉണ്ട്. ഇപ്പം ഇതാ ഞങ്ങൾ പച്ചക്കുരുമുളക് പൊട്ടിക്കാം. കണ്ട ഗൈസ്, ഇതാ നമ്മുടെ വാസ്കോഡഗാമ നമ്മുടെ കേരളത്തിൽ നിന്നും കൊണ്ടുപോയ സാധനമാണിത്. നമ്മൾ ഇത് വെച്ചിട്ടാണ് ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഗൈസ്, ഇത് ഞങ്ങളമ്മ കുറേ പച്ചക്കുരുമുളക്
ഉമ്മ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഉമ്മ കുറച്ച് ഞങ്ങൾക്ക് തരും. കാണിച്ചു തരണം. അത് അത്രക്കാണ് ഈ കുരുമുളകിന്റെ തോട്ടം ഇവിടെ. ഉമ്മ അങ്ങനെ പൊട്ടിച്ച് വെക്കണാണ്. വേണ്ടാ, നമുക്ക് ഇതിന് കുറച്ചെടുക്കാം. നമുക്ക് ഇത്ര മതി. അപ്പൊ ഞങ്ങള് വൈബ് കുക്കിംഗ് ആണ്. വൈബ് കുക്കിംഗ്. ഇവിടെ കുരുമുളകൊക്കെ ഇട്ടിട്ട് അരക്കാൻ പോവാണ്. പച്ച കുരുമുളക് ഇട്ടിട്ടുള്ളത്. നമ്മളിത് നന്നായിട്ട് കഴുകണം, അല്ലെങ്കിൽ ഇതിൽ ഭയങ്കര ഇതാവും. എന്താ ചെയ്യണേ? ഈ കബാബിനുള്ള വെള്ളം വറ്റിക്കേണ്ടത് അടുത്തൊരു കൈ ഇട്ട് കൊടുക്കാം. കഴിക്ക്. എങ്ങനെയുണ്ട് ടേസ്റ്റ് പറയും. ചെറുപ്പത്തിലേക്ക് കൊണ്ടുപോയാ. ഇപ്പൊ നമ്മള് പുളിങ്ങച്ചാറ് തിന്നണ്ട. എങ്ങനെ വെച്ചാല്, മൈ ഗോഡ്, ദിസ് ഫാന്റാസ്റ്റിക് ടേസ്റ്റ്. ഗൈസ്, അപ്പൊ നമ്മള് ചെറുനാരങ്ങ പിഴിയാണ്. അപ്പൊ ഇവിടെ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് മസ്തിനുള്ള കേട്ടോ, പേസ്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മള് കുരുമുളകാണ് അടുത്തത്. ഈ ചിക്കൻ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചിക്കൻ സുർക്കൊക്കെ ഇടുന്നത്. ചിക്കൻ നമ്മളവിടെ ഇടിച്ച് ഷേപ്പ് മാറ്റിയിരിക്കുന്നത്. ഇവിടെ തകൃതി മേളമായി കുക്കിംഗ് നടക്കുകയാണ്. ഇത് ഇതാണ് കേട്ടോ, ഷീഖ് കബാബ്. ഷീഖ് കബാബ് നന്നായി കഴുകണം. ഇത് തൈരാണോ? ഇത് ടെൻഡറൈസ് ചെയ്യാൻ വേണ്ടി തൈര് ഒഴിച്ചതാണ്. ഈ ഷീഖ് കബാബും ബാക്കിയുള്ളത് തമ്മിൽ എന്താ ഡിഫറൻസ്? ഇത് ഇങ്ങനെ ഇത്രയും നമ്മൾ ഇഞ്ച് ക്യൂബ്സ് ആയിട്ട്, എന്താണ് 1 ഇഞ്ച് ക്യൂബുകളാണത്. അങ്ങനെ നമ്മൾ കോലുമ്പോ കുത്തിയിട്ട് ചുടുക. ഓക്കെ ഓക്കെ, അതാണുള്ളത്. പീസ് കണ്ടിട്ടില്ല? ആ, മനസ്സിലായി. ഇപ്പം തൈരാണ് ഇതിൽ ഒഴിക്കണത്. തൈര് ഉപ്പ്, വെളുത്തുള്ളി, കുരുമുളക്, പച്ചമുളക്, മല്ലിയില ഇതൊക്കെ ഇട്ടുള്ള പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ടുള്ള ഒരു മസാലയാണിത്. നമുക്കിത് പേസ്റ്റ് ചെയ്യാം. ഗൈസ്, ഇതുപോലത്തെ പേസ്റ്റ് ആവും. നമുക്കിത് ചിക്കനിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ഇടാൻ. എല്ലാവരും മുളക് പൊടി ഇടുക, പക്ഷെ ഞാന് മഞ്ഞൾപ്പൊടിയാണ് ഫസ്റ്റ് ഇടുക. 3 ടീസ്പൂൺ മുളക് പൊടി വേണ്ട, പക്ഷെ 2 മതി ഇടാൻ പോണത് കേട്ടോ. ഓക്കെ, നമ്മള് ചെറുനാരങ്ങ നന്നായിട്ട് പിഴിയാം. ഇതാണ് നമ്മുടെ കുരുമുളക്. ഇതിൽ ആഡ് ചെയ്യാതാ, മസാലയിൽ ആഡ് ചെയ്യാം. ഇത് മല്ലിപ്പൊടിയാണ് നമ്മൾ ഇടാൻ പോണത്. അതിൽ നമ്മൾ നെക്സ്റ്റ് ഐറ്റം നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. ഇതിക്ക് പച്ച മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെക്കാൻ പോവാണ് ഫ്രീസറിൽ. കുരുമുളക് പൊടി നമ്മൾ ഇതിലിടാൻ പോകട്ടെ. ഇട്ടിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ കഴക്കണം. പക്ഷെ അപ്പൊ നമ്മളൊരു മെയിൻ ഇൻഗ്രീഡിയന്റ് ഇടാൻ മറന്നു, ഉപ്പ്. ഉപ്പവിടെ നമ്മളെപ്പോഴും ഇങ്ങനെ പൊട്ടണ പാത്രത്തിൽ ഉപ്പൊക്കെ ഇടണം.
അല്ലെങ്കിൽ ഒരു ഇതല്ല, അല്ലെങ്കിൽ ഹെൽത്തി ആവണം. അപ്പോൾ പൊട്ടുന്ന പാത്രത്തിൽ ഇടുകയാണ് നല്ലത്. കുറച്ചുകൂടി ഉപ്പിടണം. ഇത്ര മതി കേട്ടോ. കുറച്ചുകൂടി വേണമെങ്കിൽ വെളിച്ചെണ്ണ കുറച്ചുകൂടി ഒഴിക്കാം. നന്നായി മിക്സാക്കണം. കണ്ടോ, ഇതാണ് മസാല. നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇടണം ഇതിൽ കേട്ടോ. ആ, തൈരാണ് ഒഴിക്കാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു പേസ്റ്റ് നമ്മള് അടുത്ത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതിൽ കുറവാണ്, നമുക്ക് കുറച്ചും കൂടി ഇടാം കേട്ടോ. നമ്മളിത് ഈ ഷീഖ് കബാബ് ഇത് ഈ ചിക്കൻ ഇതില് നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് ഇതാ ചിക്കൻ ഇതിലേക്ക് ഇട്ടിരിക്കട്ടാ. നമ്മുടെ ഈ പച്ചക്കറി എല്ലാം കൂടിയിട്ട് അരക്കും. ഇത് ചിക്കനും കൂടി മിക്സ് ആക്കിയിട്ടാണോ അരക്ക്? എന്നിട്ട് ഉരുളൻകിഴങ്ങ് കൊടുക്കണം. ഓക്കെ ഓക്കെ. പച്ചമുളക് കാശ്മീരി സ്റ്റൈലാണ്. എന്താണ്? കാശ്മീരി സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. റൈസ് ചെയ്ത ചിക്കനാണ്. നമുക്ക് മസാല തേക്കട്ടാ. നന്നായിട്ട് തേക്കാം. നന്നായിട്ട് ഗൈസ് നമ്മളിത് മൊത്തം ചിക്കനും റെഡ് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് മസാല ബാക്കിയുണ്ട് ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ മെലോ. ഞാൻ ഇന്നലെ ഒരു ഷോർട്സ് ഇട്ടിരുന്നു. അതിൽ ഒരു പൂച്ച പ്രസവിച്ച് കണ്ടില്ല, അതിന്റെ അവരെ അമ്മയാണിത്. ശാലു ഉണ്ടാക്കാൻ പോണത് സലാഡ് അല്ലേ? എന്ത് സലാഡ് അടി? പൊടികൾ ഇതെന്താട്ടത്? കുരുമുളക് നല്ല ചതച്ചത്. അതെന്താ? ജീരകം ചതക്കും കേട്ടോ. നമുക്ക് നന്നായിട്ട് കുഴക്കണം. ഇതിലിപ്പോ ചിക്കൻ, ഉരുളൻകിഴങ്ങ്, സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, മുളകുപൊടി, ജീരകം, മഞ്ഞപ്പൊടി, ഉപ്പ്. അങ്ങനെ നല്ല ഷേപ്പാക്കിയിട്ട് നമുക്ക് കട്ട്ലേറ്റ് മോഡൽ, നമുക്ക് ബോൾസും ആക്കട്ടോ. ഒരു കട്ട്ലേറ്റ് മോഡൽ വേണ്ടടി. ഇത് മതി, കുഴല് മതി. രണ്ടും ചെയ്യും. ബോളാക്കിക്കോണം. അതെന്തത്? ശാലുവിന്റെ സലാഡ് തേങ്ങ മാങ്ങ ഇട്ടിട്ടോ. അപ്പൊ നമ്മൾ ഇത് തുടങ്ങാട്ടോ ഗൈസ്. ഞാൻ തീപ്പെട്ടി വെച്ചു നിന്നിട്ട് ഇപ്പൊ ഇവിടെ ഒരാളെ ഞങ്ങളെ നോക്കിയിരിക്കുന്നുണ്ട്. കണ്ടാ, അതാണ് നമ്മുടെ മെലോ. ഞങ്ങള് സ്റ്റാർട്ട് ചെയ്തിട്ടോ ഗൈസ്. നല്ല കേടുണ്ടടി, ഉപയോഗിക്കാൻ പറ്റില്ല ചോക്ക്. അപ്പൊ ഞങ്ങക്ക് ഗ്രില്ല് ഒന്നേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഞങ്ങള് സെക്കൻഡ് ഗ്രില്ലിന് ട്രൈ ചെയ്യാം. അപ്പൊ നമ്മള് ഹോമാണ് ഇവിടെ. ഹോമം വേണം. അപ്പൊ നമുക്ക് ഞങ്ങളിപ്പോ 3 ടൈപ്പ് ചിക്കനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഗ്രീൻ മസാല, റെഡ് മസാല, പിന്നെ കബാബ്. ഇപ്പൊ നമുക്കിത് എന്തൊക്കെ ആവും നമുക്ക് നോക്കാം. ലാസ്റ്റ് ആദ്യം തീ കത്തുമോ ഇല്ലയോ, അതാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പൊ നമ്മൾ നന്നായിട്ട് ആളി കത്തുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇപ്പൊ ടൈം 7:30 ആയിട്ടില്ല, 7:50. ഇത് എത്ര മണിക്കാവാന്ന് പറയാനിട്ടില്ല. അപ്പൊ നമുക്ക് അതായിട്ട് കാണാം. നമുക്കിത് ചാർക്കോൾ ആക്കിയിട്ട് കാണാം. അപ്പൊ നമ്മുടെ കണ്ണലൊക്കെ സെറ്റാണ്. നമ്മള് ചിക്കനൊക്കെ വെച്ച് നമ്മള് ഗ്രീൻ മസാല ചിക്കനാണ് ഇപ്പൊ വെച്ചിട്ടുള്ളത്. നമ്മളിതാ റെഡ് മസാല വെച്ചു. നെക്സ്റ്റ് ഗ്രീനും റെഡും. നമ്മള് ബട്ടറാണ് ഇതിൽ തേക്കാൻ പോണ കേട്ടാ. അപ്പൊ നമ്മളിതാ കബാബും വെച്ചിട്ടുണ്ട്. ഷീ കബാബ്. ഇത് കുറച്ച് കരിഞ്ഞിട്ട് ഗൈസ്, പക്ഷെ നല്ല ടേസ്റ്റ് ആവും. ഗ്രീൻ മസാല ഒക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യാണ് യാജി. ഇപ്പൊ ഇത് ഏകദേശം ആയി. നമുക്ക് എടുത്താലോ? എടുക്കാം. ജസ്റ്റ് കുറച്ച് കരിഞ്ഞെന്ന് തോന്നുന്നു, ബട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. കരിഞ്ഞിട്ടില്ല. ഇതാണ് ഇതിന്റെ പരിവം. നമ്മള് സെക്കൻഡ് ഇത് എടുത്തിക്കണ്.
നമ്മുടെ ഇതിനിടയിൽ കബാബ് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോ കബാബ് എന്തായി ബ്രോ? എന്തായി കബാബ്? സെപ്പറേറ്റ് ആയിട്ട് നമ്മളതാ സംഭവം. ഇതിപ്പോ കട്ട്ലേറ്റാ നിങ്ങൾ വിചാരിക്കും. ഇത് കട്ട്ലേറ്റ് അല്ല, സി കബാബ്. ഈ കബാബ്. പക്ഷെ ഇത് നമ്മൾ ചുടാൻ നോക്കിയപ്പോ നമുക്ക് അവിടെ സ്പെഷ്യലിറ്റി കഥ നമ്മളത് പൊരിക്കാമെന്ന് വിചാരിച്ചു. ഇത് പാൻ ഫ്രൈഡ് കബാബ്. യെസ്. എന്താണ് പാൻ ഫ്രൈഡ് കബാബ്? പാൻ ഫ്രൈഡ്. അപ്പൊ സെറ്റ് സാധനം നമുക്ക് പൊളി പൊളി. അപ്പൊ നമ്മുടെ കബാബ് ഇതുവരെ സെറ്റ് ആയിട്ടില്ല. കബാബ് റാണി എന്താ സെറ്റാവാത്ത? ഇത് മോളെ പൊളി സാധനമാണിത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ സാധനം അല്ലത്. വേറെ ലെവൽ സാധനം. ആക്ച്വലി ഇത് എന്താണ് ഐറ്റം? പിന്നെ അത് ഷീഖ് കബാബ്. അത് മറ്റേതല്ലേ? ഓക്കെ ഓക്കെ. ടിക്കി കബാബ് ഓൺ ദ വേ ഓഫ് ദ ലവ്. നമ്മുടെ ഐറ്റം സെറ്റ് സാധനം. ഇതൊരു മത്സരമാണെന്നാണ് മാമി പറയുന്നത്. എനിക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. നമുക്കിത് കഴിച്ചു നോക്കാം. ബാച്ച് സദ്യയാണ് കഴിക്കാൻ പോണത്. നമ്മൾ ടിക്കി കബാബ് ജസ്റ്റ് നോക്കാം. അപ്പൊ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.